ഹായ് ഗായ്സ്, ഞാൻ വന്നിട്ടുള്ളത് എനിക്കുണ്ടായ കുറച്ച് ഇഷ്യൂസിനെ പറ്റി സംസാരിക്കാനാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നും ഇവൾക്ക് ഇഷ്യൂസ് തന്നെയാണുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ഈ വീഡിയോ ചിലർക്കെങ്കിലും ഒരു ഉപകാരം ആയേക്കാം എന്ന് എനിക്ക് തോന്നി. ഇതിനെപ്പറ്റി എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് കുറച്ച് സന്തോഷം കൂടി ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് കേട്ടോ ഇത്. ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഞങ്ങൾ ഷൂട്ടിനാണ് എടുത്ത ഒരു ചെറിയ വീഡിയോ, ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ ബോണ്ട് പോലെ അങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് എൻ്റെ ചേട്ടൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, എനിക്ക് എന്നും ഈ കമന്റിനെ പറ്റി പറയാനുള്ള നേരമുള്ളൂ എന്ന് വിചാരിക്കരുത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊരു ഡിഫറെന്റ് കേസാണ്. അപ്പൊ ആ ഒരു വീഡിയോ ഞങ്ങൾ ഒന്നിച്ചുള്ള ആ വീഡിയോന്റെ താഴെ കുറെ നല്ല നല്ല കമന്റ്സുകൾ ഇട്ടിട്ടുണ്ട് ആൾക്കാര്. ഞങ്ങൾക്കും ഇങ്ങനെ അനുഭവം ഉണ്ട്, ഞങ്ങൾക്കും ഇങ്ങനെ ആങ്ങളമാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ആ ഇട്ടിരിക്കുന്ന കമന്റിന്റെ നല്ല കമന്റുകളുടെ താഴെയായിട്ട് ഒരാള്, അത് ഏത് പ്രായക്കാരനാണോ പ്രായക്കാരിയാണോ എന്താണോ എന്നൊന്നും അറിയില്ല, ചിലപ്പോ പെണ്ണാവാം ചിലപ്പോ ആണാവാം, ഒരാള് വന്നിട്ട് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമന്റ് ഞാൻ ഇവിടെ കൊടുക്കുന്ന പോലുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ വീഡിയോ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ ആ കമന്റ് കൊടുക്കാം. പക്ഷെ എനിക്ക് ആ കമന്റ് കാണാനോ വായിക്കാനോ ഒന്നും തോന്നണില്ല. പിന്നെ അതുപോലെ ഞങ്ങളുടെ നെഗറ്റീവ് കണ്ട് സന്തോഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് എന്തിനാ വെറുതെ സന്തോഷിക്കാൻ ഒരു വകയായിട്ട് ഞാൻ ഈ കമന്റ് കൊടുക്കണത്. അപ്പൊ അവൾക്ക് ഇങ്ങനെയൊക്കെ കമന്റ് വരുന്നുണ്ടല്ലേ എന്ന് ആലോചിച്ചിട്ട് സന്തോഷിക്കാനുള്ള വക ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ആ കമന്റ് കാണുമ്പോൾ എനിക്കൊരു ഇറിറ്റേഷനാണ്. അപ്പൊ അതുകൊണ്ട് ആ കമന്റ് ഞാനിവിടെ കൊടുക്കണില്ല കേട്ടോ. പക്ഷെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ അതില് അയാള് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് ഈ ബസ്സുകാരനെ സ്നേഹിക്കുന്ന പെണ്ണുങ്ങൾ ഭയങ്കര പൊട്ട ആൾക്കാരാണ്, അവർക്ക് കുറെ അധികം ആണുങ്ങൾ ഉണ്ടാവും. അത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മര്യാദയായിട്ടുള്ള ഭാഷയിൽ, അയാൾ പറയണത് ഭയങ്കര പൊട്ട ഭാഷയിലെ തെറിയൊക്കെ ആഡ് ചെയ്തിട്ടാണ് അയാൾ സംസാരിച്ചിരിക്കുന്നത്. ഒരാളുടെ കമന്റിനല്ല, പലരുടെയും എന്റെ വീഡിയോയിൽ വന്ന് കമന്റ് ബോക്സിൽ നല്ല കമന്റ് ഇട്ടിരിക്കണം എല്ലാവരുടെയും താഴെ ചെന്നിട്ട് ബസ്സുകാരനെ സ്നേഹിക്കുന്ന പെണ്ണുങ്ങളെ പറ്റിയിട്ടും പിന്നെ അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ടവരെ അവര് മോശപ്പെട്ട സ്ത്രീയാണ് എന്നുള്ള രീതിയിലും ഒക്കെ ഇയാള് ഭയങ്കര മോശമായിട്ട് കമന്റ് ഇട്ടിരിക്കണം. ഇത് ഈ ഒരു വീഡിയോയ്ക്കല്ല, മുമ്പ് ഒരു വീഡിയോക്ക് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഈ വീഡിയോക്ക് വന്നപ്പോ എനിക്കിത് ഇയാളുടെ സ്ഥിരം പല്ലവിയാന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നു. ഭയങ്കര ഇതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ കമന്റ് ഇവിടെ കൊടുക്കുന്നില്ല, തെറിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനതില് റിപ്ലൈ ഇട്ടു, നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അമ്മയുടെ സ്വഭാവമോ നിങ്ങളുടെ പെങ്ങളുടെ സ്വഭാവമോ ഒന്നും ബാക്കി ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടു. പക്ഷെ അപ്പോഴും അയാൾക്ക് അതൊരു ഫീൽ ചെയ്യണേ ഇല്ല. അയാൾക്ക് അത്രയും നമ്മൾ അങ്ങോട്ട് എന്ത് പറഞ്ഞാലും അയാൾ ഫീൽ ചെയ്യണം. അയാൾ ഇങ്ങനെ ഇരുന്ന ഈ ബസ്സുകാരെ സ്നേഹിക്കുന്ന പെണ്ണുങ്ങൾ ഇത്രയും അതായത് പറയുന്നത് നമുക്ക് എന്താ പറയാ, നമുക്ക് അത്രയും ഫീൽ ചെയ്യണ രീതിയിലാണ് അയാൾ ഇങ്ങോട്ട് റിപ്ലൈ ഇട്ടുകൊണ്ടിരിക്കണത്. അയാൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ തോന്നിവാസം പോലെ ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ ഒന്നും അങ്ങോട്ട് ഇടുന്നില്ല. ഞാൻ പറയണം, തനിക്ക് എന്താ ഇനിയിപ്പോ എന്താ, ഞാൻ ബസ്സുകാരനെ സ്നേഹിച്ചല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ ബസ്സുകാരൻ്റെ ഇപ്പൊ നിന്ന് തനിക്ക് എന്താ ചോദിക്കുമ്പോ അയാള് പിന്നീട് നീ ഇനി കരഞ്ഞിട്ട് വരരുത്, നീ ഇതിൽ ആരെങ്കിലും ഒരുത്തനെ കെട്ടുകയെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് കാര്യം അറിയില്ല, അതുകൊണ്ട് കെട്ടണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിലെ ഒരാൾ എന്റെ ഭർത്താവാണ്, ഒരാൾ എന്റെ ആങ്ങളെയാണ്, അതിനിപ്പോ എന്തിട്ട് ഇനിയിപ്പോ ചെയ്യണ്ടേന്ന് വെച്ചപ്പോ പിന്നെ പറഞ്ഞു, കെട്ടുകഴിഞ്ഞാൽ നീ അനുഭവിക്കാൻ കെടുക്കുന്നേ ഉള്ളൂ, നീ കരയാൻ പോകുന്നുള്ളൂ, കരഞ്ഞിട്ട് ഇനി വരരുത്. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ തന്റെ അടുത്തേക്ക് കരഞ്ഞിട്ട് വരുന്നേ ഇല്ല, കരഞ്ഞിട്ട് തന്റെ അടുത്തേക്ക് എന്തായാലും വരില്ല. പിന്നെയും അതില് അവസാനിക്കില്ല എന്നൊക്കെ. പിന്നെ അടുത്തത് നീ ബസ്സുകാരെ സ്നേഹിക്കണം, മറ്റവർ ഈ ചെക്കന്മാർ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇതിവിടെ അവസാനിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, അയാൾ പറഞ്ഞു, നീ എനിക്ക് അറിഞ്ഞിട്ട് നാട്ടുകാർ മുന്നിൽ വരുന്നത് കണ്ടിട്ട് നാട്ടുകാർ ചിരിക്കും, അല്ലെങ്കിൽ അതുപോലെ നീ നാട്ടുകാരുടെ മുന്നിൽ കൂടെ നടക്കുമ്പോൾ അവർ ചിരിക്കുമായിരിക്കും നിന്നെ കണ്ടിട്ടെന്ന്. അപ്പൊ ഞാൻ അയാൾക്ക് കമന്റ് ഇട്ട് കൊടുത്തു. ഒരു ഫേക്ക് അക്കൗണ്ട് ആണ് ഇത് ഒരു ഫേക്ക് അക്കൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഫോട്ടോയും ഇല്ല, എന്താ പറയാ, പ്രൈവറ്റ് അക്കൗണ്ട് ആണ്. പിന്നെ എന്തോ ഒരു ക്രോണിക് ബാച്ചിലർ അങ്ങനെ എന്തോ ആയിരുന്നു പേര്. അക്കൗണ്ടൊക്കെ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ പേരൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്തു. ഞാൻ കരഞ്ഞിട്ട് കാണുന്നപ്പോ ഞാൻ റിപ്ലൈ കൊടുത്തു. ഈ കമന്റ് ഞാൻ സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് തന്നെ ഞാൻ നേരിട്ട് കാണുമ്പോ അന്ന് തന്റെ മുഖം കണ്ടിട്ട് ഞാൻ ചിരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ഒരു കമന്റ് ഇട്ടു. അത് അയാൾക്ക് പിടിച്ചില്ല. പിന്നെ ഇയാൾ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ കേസ് കൊടുക്കും, ഞാൻ എന്തായാലും സൈബർ ക്രൈമിൽ കേസ് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളുടെ തനി നിറം മാറി. അപ്പൊ ഇയാളുടെ കമന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഈ സൈഡിൽ കൊടുക്കാട്ടെ, ഞാനിപ്പോ ഇതിന്റെ ഒരു ഇത് വെറുതെ ഞാൻ പറഞ്ഞു പോകുന്നു. അപ്പൊ അയാള് പറയണു, ഇവിടെ എന്താ പറയാ, നിന്റെ ഏട്ടായിമാരെ പോലെയല്ല ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നവരുടെ സ്വഭാവം, ഞാനാണെങ്കിൽ എന്താ പറയാ, മിണ്ടുമ്പോഴേക്കും പീഡിപ്പിച്ചെന്ന് പറഞ്ഞ കംപ്ലൈന്റ് കൊടുക്കണ ടീംസ് ആണ്, അങ്ങനെയൊക്കെ പറയണു. ഒന്നും കിട്ടാണ്ടായപ്പോഴേ പിന്നെ എന്നിട്ട് പറയാ, നിന്റെ ഏട്ടായിമാരെ പോലെയല്ല, നീ അങ്ങനെ എന്നെ നേരിൽ കാണേണ്ടി വന്നു കഴിഞ്ഞാൽ അന്ന് നീ അനുഭവിക്കും, നീ ആയിരിക്കും വേർക്കേണ്ടി വരിക,
പണ്ടൊരു ജാതി ഭീഷണി, ഇവിടെ പറഞ്ഞു തീർക്കണത് ഇവിടെ പറഞ്ഞു തീർത്താൽ നിനക്ക് നല്ലത് അല്ല, അനുഭവിക്കും. കമന്റ് വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്നതാണ്. അത് വെച്ചിട്ട് നിന്റെ തോന്നിയാസത്തിനൊന്നും കമന്റ് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ന്യായീകരണവും ഭീഷണി. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും കംപ്ലൈന്റ് എങ്ങനെയും കൊടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു. അപ്പൊ ഓൺലൈൻ വഴി കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓൺലൈൻ വഴി കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കി. ഞാൻ ഇയാളുടെ മെയിൻ കമന്റ്സുകൾ മാത്രം, തെറിയുള്ള കമന്റ്സുകളും പിന്നെ ഒരു ഭീഷണി കമന്റും കൂടി ചേർത്തിട്ട് സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഒരു പരാതി എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഈ സബ്മിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇയാളുടെ പ്രൊവോക്കിങ് വരുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഇവിടെ പറഞ്ഞ് തീർത്താ പോരെ, നിന്റെ പോലുള്ളവർ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ കമന്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഞാനിങ്ങനെ പരാതി ഇങ്ങനെ കുറച്ച് ടൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് ഇതുകൾ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പരാതി എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്തു. പിന്നെ ജസ്റ്റ് ആ ഒരു PDF ഞാൻ ഡൗൺലോഡ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലോട്ട് പോയപ്പം പിന്നെ നോക്കിയപ്പോ അയാളുടെ കമന്റുകളും കാണാനില്ല, അയാളുടെ അക്കൗണ്ടും കാണാനില്ല. എനിക്ക് എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല. ഞാൻ കറക്റ്റ് പരാതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പോയി നോക്കിയപ്പോ അക്കൗണ്ട് പോയതായിട്ട് കണ്ടു. പരാതിയുടെ പേരിലാണോ എന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ പരാതി കൊടുത്തിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അയാൾ തന്നെ പേടിച്ചിട്ട് ഡിലീറ്റ് ആക്കി പോയതാണോന്നും അറിയില്ല. പക്ഷെ പെട്ടെന്ന് അങ്ങനെ കോയിൻസിഡൻസ് ആയിട്ട് കണ്ടപ്പോ എനിക്കും മനസ്സിന് എന്തോ ഒരു ഇത് തോന്നി. പിന്നെ എന്താന്ന് വെച്ചാൽ അയാളുടെ വർത്താനം കേട്ട അയാൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പോകുന്ന തോന്നിയില്ല. അതായത് കേസ് കൊടുക്കുന്ന പറയുമ്പോഴും നമ്മളോട് ഇങ്ങോട്ട് നിന്ന് വാദിക്കാണ്, പക്ഷെ ഇവിടെ പറഞ്ഞ് തീർക്കുന്നൊക്കെ പറയുന്നത് ചിലപ്പോ പേടിച്ചിട്ടാകാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അക്കൗണ്ട് പൂട്ടിക്കാൻ പറ്റിയതില് അങ്ങനെ ചിലപ്പോ എനിക്ക് കമന്റ് ഇടുന്ന പോലെ അയാൾ ആ ഒരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് വേറെ മറ്റു ആൾക്കാർക്കും ഇതേപോലെ മോശപ്പെട്ട കമന്റുകൾ ഉണ്ടാവും. പെണ്ണുങ്ങളോട് യാതൊരു വിലയില്ലാത്ത രീതിയിലുള്ള കമന്റുകളാണ് അയാൾ ഇട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു അക്കൗണ്ട് ചിലപ്പോ ഇത് കൊടുത്തതിന്റെ പേരിലാണോന്ന് അറിയില്ല, എന്നാൽ ഞാൻ ഇത് കൊടുത്തു പറഞ്ഞതിന്റെ പേരിൽ അയാൾ ഡിലീറ്റ് ആക്കി പോയതാണോന്ന് അറിയില്ല. എന്നാലും അങ്ങനെ ഒരു അക്കൗണ്ട് എന്നെ കൊണ്ട് പൂട്ടിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കമന്റുകളൊക്കെ അയാളുടെ അക്കൗണ്ട് പോയതുകൊണ്ട് ആ കമന്റുകളൊക്കെ പോയിട്ടുണ്ട്, അയാളുടെ കമന്റുകളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ റിപ്ലൈസ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ കേസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വരും വഴിയില്ല എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് അറിയില്ല, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽസിനെ പറ്റി എനിക്ക് കൂടുതലായി അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയാം. പക്ഷെ ഇങ്ങനെ ഒരു അക്കൗണ്ട് എന്നെ കൊണ്ട് കൂട്ടിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുള്ളൂ. ഇതേപോലെ എന്തെങ്കിലും അനുഭവം ഉള്ളവർക്ക് ഈ പരാതി കൊടുക്കുന്നതിനെ പറ്റി അറിയുമ്പോൾ അതും ഒരു ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ബൈ.